ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റിൽ ഒരു വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ് കേട്ടോ. ഇത് പനി വന്നാലും ചുമയൊക്കെ വന്നാലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി രസമാണ്. ഇത് പെപ്പർ രസം എന്ന് പറയുന്ന ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പുതിർത്ത് വെക്കാം. ഇടികല്ലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളക് കീറിയിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇടിച്ചെടുക്കാം. ഇതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇടിച്ചു വെച്ച മല്ലിയും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുരുമുളകെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കറുപ്പ് കരിഞ്ഞതല്ല, കുരുമുളകിൻ്റെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണാണ് എടുത്തത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളെ രസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ഇങ്കുവ ഇതാണ് കേട്ടോ, കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി രസമാണ് കേട്ടോ, പെപ്പർ രസം. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായ രുചിയിലാണ് രസം ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. സർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി പെപ്പർ രസമാണ് കേട്ടോ, കുരുമുളക് രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വായ്ക്ക് രുചിയില്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. നമുക്ക് ചുമയും പനിയൊക്കെ വന്നാൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി പെപ്പർ രസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.